എല്ലാവർക്കും സ്ട്രോബെറി ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. വെറും 10 മിനിറ്റിൽ 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തയ്യാറാക്കാവുന്ന മാംഗോ മൂസിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. വിരുന്നുകാരെത്തിയതിന് ശേഷം പോലും വളരെ പെട്ടെന്നുണ്ടാക്കി സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസേർട്ടാണിത്. ഈ മാംഗോ മൂസിന് ചെറുമധുരമേ ഉള്ളൂ, നല്ല ക്രീമി ടെക്സ്ചറാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ടേസ്റ്റാണിതിന്. ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് ഡെസേർട്ട് റെസിപ്പികൾ ചാനൽ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഇത് തയ്യാറാക്കാനായി ആദ്യം തന്നെ നന്നായി പഴുത്ത വലിയ സൈസ് ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. നാരുകൾ കുറഞ്ഞ മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇത് മാംഗോ പൾപ്പാക്കി എടുക്കാൻ ഈ കഷ്ണങ്ങൾ മിക്സിയിലോ ബ്ലെൻഡറിലോ ഇട്ടൊന്ന് അടിച്ചെടുക്കാം. ചെറിയ മാങ്ങയാണെങ്കിൽ 2 മാങ്ങ എടുക്കണം. ഇപ്പോൾ മാംഗോ പൾപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി ഒരു ബൗളിലേക്ക് 200 ml ഹെവി വിപ്പിംഗ് ക്രീം എടുക്കുന്നു. ഇനി ഇതൊരു ഹാൻഡ് മിക്സർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് വിപ്പ് ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയുള്ള സമയത്ത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ ബൗളും ഈ ഹാൻഡ് മിക്സറിൻ്റെ ഈ 2 ബീറ്ററും ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ക്രീം വളരെ എളുപ്പത്തിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ക്രീമും നന്നായി തണുത്ത് തന്നെ ഇരിക്കണം, എങ്കിൽ മാത്രമേ ഇത് പെർഫെക്റ്റായി ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതൊരു മീഡിയം ടു ഹൈ സ്പീഡിലിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. ഒരു ഹാൻഡ് മിക്സറിൻ്റെ സ്പീഡ് അനുസരിച്ച് സമയം കുറച്ചൊന്ന് മാറിയേക്കാം, എങ്കിലും ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഇതിപ്പോൾ ഒരു സോഫ്റ്റ് പീക്സ് ആയിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം കൂടി അടിക്കാം. ക്രീം പതഞ്ഞ് മീഡിയം പീക്സ് എത്തുന്നത് വരെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കി ശ്രദ്ധിച്ച് ചെയ്യാം, കാരണം ഇത് കൂടുതൽ സമയം അടിച്ചാൽ ക്രീം ചൂടായിട്ട് ഈ രീതിയിൽ പീക്സ് ഫോം ആവാതെ വരും. അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഇത് 1-2 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും ബീറ്റ് ചെയ്ത് നോക്കുക. ഇതിപ്പോൾ മീഡിയം പീക്സിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിനായി 4 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. ഇതിനി ഒന്നുകൂടെ ഒന്നടിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കണ്ടൻസ്ഡ് മിൽക്കാണ്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി കാണാം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഹാൻഡ് മിക്സറിൻ്റെ ആവശ്യമില്ല, അത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ വിപ്ഡ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ച് മാറ്റി വയ്ക്കാം. മാംഗോ മൂസ് റെഡിയായി കഴിഞ്ഞ് ലാസ്റ്റ് അത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാംഗോ പൾപ്പ് 1-2 ടേബിൾ സ്പൂൺ വീതം കുറേശ്ശെയായി ചേർത്ത് ഇത് മിക്സ് ചെയ്യാം. നമ്മൾ കേക്കിൻ്റെയൊക്കെ ബാറ്റർ മിക്സ് ചെയ്യുന്നത് പോലെ ഇത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യാനുസരണം മാംഗോ പൾപ്പ് ചേർക്കാം. ഞാനിവിടെ ഒരു വലിയ മാങ്ങയുടെ മുഴുവൻ പൾപ്പും ചേർക്കുന്നുണ്ട്. 1.25 കപ്പ് മാംഗോ പൾപ്പുണ്ട്. ഇത് മാംഗോ പൾപ്പ് മുഴുവൻ ചേർത്ത് മാംഗോ മൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് അല്ലെങ്കിൽ കപ്പിലേക്ക് മാറ്റാം. ഇതിങ്ങനെ തന്നെ ഫ്രഷായി തന്നെ സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ലതാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന നല്ലൊരു ഡിസേർട്ടാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുകയും ചെയ്യണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായി ഷെയർ ചെയ്യുക. ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള മാംഗോ കേക്ക്, മാംഗോ യോഗട്ട് ഇവയുടെയൊക്കെ റെസിപ്പികൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണാം. ബൈ, ടേക്ക് കെയർ.